പാക്കോയി റോഡിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണുക, ഭൂമി വാതുക്കൽ പാക്കോയി തിരുവങ്കത്തൂർ റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറ്റ്യാടി PWD ഓഫീസിലേക്ക് മുസ്ലിം ലീഗ് വാണിമൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. 3.5 കോടി രൂപ പാസ്സായിട്ടും റോഡ് നിർമ്മാണം നടക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വാണിമൽ ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡ് പാക്കോയി റോഡ് PW റോഡുമാണ്. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണുക. മുസ്ലിം ലീഗ് സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. ഒരുപാട് പ്രാവശ്യം KSCB വാതിലുകൾ മുട്ടിയിട്ടും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല. പോസ്റ്റുകൾ മാറ്റണം. ഞങ്ങൾ പറയുന്നു, റോഡ് പണി താഴേക്ക് കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് മാറ്റാൻ വരുന്നതെങ്കിൽ ഞങ്ങളത് അനുവദിക്കില്ല. അതിന് മുമ്പ് തന്നെ എന്തെങ്കിലും പോസ്റ്റ് മാറ്റണം. കാരണം പോസ്റ്റ് മാറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പൊ താഴെ ചെയ്ത റോഡ് വീണ്ടും കുത്തിപ്പൊളിക്കുന്ന അവസ്ഥ വരും. പൈപ്പ് ലൈന് ഞങ്ങൾക്കറിയാം, ഇവിടുത്തെ മെമ്പർമാരൊക്കെ ഇടപെട്ടത് കൊണ്ട് കുറെ ആൾക്കാർ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ KSCB ഇപ്പോഴും എന്താണ് ഈ റോഡിന്റെ സൈഡിലുള്ള ഇന്ന് ഏകദേശം റോഡിന്റെ മധ്യഭാഗത്തായി കിടക്കുന്ന പോസ്റ്റുകൾ മാറ്റാൻ നടപടി സ്വീകരിക്കുന്നില്ല. ഈ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ആരാ ചെയ്യിപ്പിക്കേണ്ടത്? MLA ഉത്തരവാദപ്പെട്ട KSCB ഉദ്യോഗസ്ഥന്മാര്, PWD ഉദ്യോഗസ്ഥന്മാര്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാര് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തിക്കൊണ്ട് ചർച്ച ചെയ്തിട്ട് സമയബന്ധിതമായി ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഈ പണി പൂർത്തിയാക്കണ്ടേ? അതാണ് പ്രൊജക്ട്, അതാണ് വികസനം. അല്ല വെറുതെ ഇങ്ങനെ ഓരോരുത്തർ തോന്നും പോലെ കാട്ടിക്കൊണ്ടുന്നതല്ല. ഇപ്പം കോൺട്രാക്ടർക്ക് തോന്നുന്ന അവസരത്തിനെ കുറിച്ച് ഓരോ വികസനവും KSCB-കാരൻ അവർക്ക് തോന്നുന്ന അവസരത്തിൽ അവിടെ വരും. ഇതല്ല വേണ്ടത്. ഇവിടെ കൃത്യമായ ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോകണം. പിടിപ്പുള്ള കഴിവുള്ള ഭരണാധികാരികള് അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കുറെ ആൾക്കാർ അധികാരികൾ നടക്കുകയാണ്. അവരെ കൊണ്ട് തെറ്റ് തിരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു സമരം ഇവിടെ ആഹ്വാനിച്ചിട്ടുള്ളത്. ഈ സമരം ഒരു സൂചന സമരം മാത്രമാണ്. ഇനിയും പണിക്കാർ അവിടെ വരുന്നില്ലെങ്കിൽ പണി പൂർത്തിയാക്കാൻ നടപടികളുമായി ഉത്തരവാദപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ അധികാരികൾ വരുന്നില്ലെങ്കിൽ അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാനുള്ള കരുത്തുമായിട്ട് തന്നെയാണ് മുസ്ലിം ലീഗ് വാണിമൽ പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് പോയിട്ടുള്ളത്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ അടുത്ത മഴയുടെ മുമ്പ് പണി തീരില്ല. ഇന്നത്തെ കൊച്ചിന്റെ വേഗതയിലാണ് പണി പോകുന്നതെങ്കിൽ ഉറപ്പാണ് ഒരു കാലവർഷം കൂടി കഴിയേണ്ടി വരും പണി പൂർത്തിയാക്കാൻ. അതുകൊണ്ട് പണിക്കൊന്ന് വേഗത കൂട്ടിക്കൊണ്ട് ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള അടിയന്തരമായ നടപടികളാണ് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളെ കടക്കുന്നില്ല. ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. പൊടിപ്പടലങ്ങൾ എന്നുകൊണ്ടാണ് അവർ കഴിഞ്ഞു കൊടുത്തത്. എന്താണ് അവർ ചെയ്ത തെറ്റ്? അവരുടെ കൈവശമുള്ള പൊന്നിൻ വിലയുള്ള ഭൂമി എടുത്ത് കൊടുത്തതാണ്. അങ്ങനെ കൊടുത്തുകൊണ്ട് റോഡ് സ്വപ്നം കണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിച്ച ഒരു സമൂഹം എന്ത് തെറ്റാണ് ഇതിനോട് ചെയ്യുന്നത്? അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായേ മതിയാവൂ. ഉണ്ടായിട്ടില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തിരുത്തിക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി തയ്യാറാണെന്ന് അവർക്ക് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളെ കടക്കുന്നില്ല. സഹോദരന്മാരെ, ഈ ധർണാ സമരത്തോടെ അനുഭാവപൂർണമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ധർണാ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് മുഹമ്മദ് സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആത്മീയമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് MK മജീദ് സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹി VP അഹമ്മദ് സാഹിബ്, അടുക്കണ്ടി മൊയ്തു, MK അഷ്റഫ്, മരിയൻ മാസ്റ്റർ, അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ശാഖാ ഭാരവാഹികളും നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മജീദ് സാഹിബ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് 95 കേരളയ്ക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് റാഫി KK.